ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് റിക്വസ്റ്റഡ് കോണ്ടന്റ് ആണ്. ഇത്രയും റിക്വസ്റ്റ് വന്ന ഒരു കോണ്ടന്റ് വേറെ ഇല്ലാന്ന് തന്നെ പറയാം. അത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ DM-ലും അതുപോലെ തന്നെ ഡെയിലി ചെയ്യുന്ന ഓരോ വീഡിയോയുടെ താഴെയും ഓരോ പ്ലേസിൻ്റെ ഒരു പെർട്ടിക്കുലർ പ്ലേസിൻ്റെ പ്രോഗ്രഷൻ എങ്ങനെയാണ് ഡ്രോ സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രോഗ്രഷൻ എങ്ങനെ റീസെറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്വാഡിലേക്ക് വേണ്ടുന്ന പ്രോഗ്രഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ആ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പോലും ഇതുപോലുള്ള റിക്വസ്റ്റുകളാണ്, ഓരോ പ്ലേയേഴ്സിൻ്റെയും റിക്വസ്റ്റുകളാണ്. സോ നമ്മൾ ഇന്ന് എന്തായാലും ആ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം ക്ലിയർ ചെയ്യുകയാണ്. നമ്മുടെ സ്ക്വാഡിലുള്ള പ്ലേയേഴ്സിൻ്റെ ഞാൻ കൊടുത്തേക്കുന്ന പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിത് യൂസ് ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കളിക്കുന്ന പോലെയാണ് നിങ്ങളുടെ ഒരു പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കാവും. അല്ലാത്ത പക്ഷം നിങ്ങൾ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുത്തണം. അത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മുന്നേ നമ്മൾ ചെയ്തേക്കുന്ന പ്രോഗ്രഷൻ്റെ വീഡിയോയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ അത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെ ആ ഒരു പ്ലെയർ കളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നേ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചേക്കുന്ന പ്രോഗ്രഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. സോ ഗൈസ്, നേരെ വീഡിയോയിലേക്ക് കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ വീഡിയോ. I think I've had enough disease. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as ഗൈസ്, നമുക്കിപ്പോൾ നേരെ നമ്മുടെ ഗെയിം പ്ലാനിലേക്ക് പോകാം. ഇതിലിപ്പം മോസ്റ്റ് റിക്വസ്റ്റഡ് വന്നിരിക്കുന്ന ഒരു പ്ലെയർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മിസ് തന്നെയാണ്. പിന്നെ നോക്കുവാണെങ്കിൽ എറ്റൂടെ വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ റുമ്മിയുടെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എൻ്റെ സ്ക്വാഡിൽ ഇപ്പം നിലവിലുള്ള ടോപ്പ് പ്ലേയേഴ്സിൻ്റെ എല്ലാം റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ സുവാരസിൻ്റെ വന്നിട്ടുണ്ട്, കോളിൻ്റെ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സുവാരസിൻ്റെ ഞാൻ കൊടുത്തേക്കുന്ന പ്രോഗ്രഷൻ നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം. പ്രോഗ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ആ രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. കുറച്ചുകൂടി ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഫിസിക്കൽ കോൺടാക്റ്റും ആവശ്യത്തിന് 81 ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അന്യായ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പ്ലേയുടെ ഭാഗത്ത് നിന്നും കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റ് കാണിച്ചു തരാം. 211 മാച്ചസിൽ നിന്നും 84 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യാം. ഈ രീതിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ആകുന്നില്ല, 1-2 മാച്ചും കാര്യങ്ങൾ കളിച്ചിട്ട് ചെറിയ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ വരുത്തണം എന്നുള്ളതാണ്. സോ നമുക്ക് നേരെ നമ്മുടെ രണ്ടാമത്തെ പ്ലെയറെ നോക്കാം. രണ്ടാമത്തെ പ്ലെയർ നമ്മുടെ എട്ടു തന്നെയാണ്. എട്ടുടെ പ്രോഗ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റ് കാണാം. നമ്മൾ 648 മാച്ചിൽ നിന്നും 291 ഗോൾസും അതുപോലെ തന്നെ 109 അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ പ്രോഗ്രഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ രീതിയിലാണ് എട്ടുവിനെ ഞാൻ ട്രെയിൻ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ, ഡ്രിബ്ലിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിനിഷിംഗ് 88 ആണ്. പക്ഷേങ്കിൽ ഇൻ ഗെയിമിൽ വരുമ്പോൾ 90 സംതിങ് ഉണ്ടാവും. ഫിനിഷിംഗ് എന്നുള്ള കാര്യം ഈ ഒരു സാമുവൽ എട്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ കൊടുത്തേക്കുന്നത്. 99 സ്പീഡും അതുപോലെ 94 ആക്സലറേഷൻ, കിക്കിംഗ് പവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻലി ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് നമ്മുടെ ഡ്രിബ്ലിംഗ് ക്വാളിറ്റിയിലാണ്. എട്ടുവിന് ആകെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ കുറവാണ് എന്നുള്ളതാണ്. ആ ഒരു കുറവാണ് നമ്മളിവിടെ ഈ ഒരു പ്രൊഫഷണൽ നികത്തിയേക്കുന്നത്. സോ നിങ്ങൾ ഈ രീതിയിൽ സെറ്റ് ചെയ്യുക, കളിപ്പിച്ച് നോക്കുക. അത്യാവശ്യം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുത്തുക. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവരുടെ പ്രൊഫഷൻ നോക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് എവിടേക്കാണ് കുറവ് വരുന്നത്, എവിടേക്കാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രൊഫഷൻ വീണ്ടും റീസെറ്റ് ചെയ്യണം. അതിനെക്കുറിച്ചുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു വീഡിയോ കാണണം. ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നമുക്ക് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ കോളിൻ്റെ ആൻറ്റി കോളിൻ്റെ ഒരു പ്രൊഗ്രഷൻ നോക്കാം. അത്യാവശ്യം നല്ല സ്റ്റാറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 46 അപ്പിയറൻസിൽ 21 ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ പ്രൊഗ്രഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഓക്കെ, പ്രൊഗ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫിനിഷിംഗ് 89 ആണ്. ഹെഡിങ് വരുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജമ്പിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ കോൺടാക്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഹെഡ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ്. സോ ഈ രീതിയിലാണ് ഞാൻ പ്രൊഗ്രഷൻ റീസെറ്റ് ചെയ്തേക്കുന്നത്. സോ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഗെയിമിൽ കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഈ രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ നെക്സ്റ്റ് പ്ലെയറെ നോക്കാം. നെക്സ്റ്റ് പ്ലെയർ എന്നുള്ളത് നമ്മുടെ നെയ്മറാണ്. നെയ്മറിൻ്റെ പ്രൊഗ്രഷനിലോട്ടൊക്കെ നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഈ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രൊഗ്രഷൻ തന്നെയാണ്. ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചിട്ടുണ്ട്. നെയ്മറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ള പ്ലേയേഴ്സിന് കൊടുക്കുന്ന പോലെ ഒരുപാട് ബോൾ കൺട്രോളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പ്ലെയർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രിബ്ലിംഗ് ക്വാളിറ്റിയും ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ കുറച്ചൊരു 95 അറൗണ്ട് ആയിട്ട് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടും. കുറച്ച് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അതുപോലെ തന്നെ സ്പീഡ്, കിക്കിംഗ്
കിക്കിംഗ് പവറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ആയി കൊടുക്കുക. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ത് കഴിഞ്ഞാലും ഇമ്പ്രൂവ് ആയി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നെക്സ്റ്റ് ഒരു പ്ലെയറെ നോക്കുവാണെങ്കിൽ മോസ്റ്റ് വെയിറ്റഡ് പ്ലെയർ തന്നെയാണ്, മോസ്റ്റ് റിക്വസ്റ്റഡ് പ്ലെയർ തന്നെയാണ് നമ്മുടെ ബ്ലിറ്റ്സ് മെസ്സിയുടെ സ്റ്റാറ്റ് നിങ്ങൾക്ക് കാണാം. 414 മത്സരങ്ങളിൽ നിന്നും 143 ഗോൾസും അത്യാവശ്യം അസിസ്റ്റൻറ്റ്. ഞാൻ മെയിനായിട്ട് അസിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ രീതിയിലാണ് പ്ലേ മേക്കറായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മെസ്സിനെ യൂസ് ചെയ്യുന്നത്. അസിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, 91 അസിസ്റ്റ് വരുന്നുണ്ട്. സോ ബ്ലിറ്റ്സ് മെസ്സിക്ക് നമ്മൾ എങ്ങനെയാണ് പ്രൊവിഷൻ കൊടുത്തേക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. യെസ്, ഈ ഒരു രീതിയിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. ലോ പാസ് കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നോക്കുവാണെങ്കിൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പീഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് കിക്കിംഗ് പവർ നിങ്ങൾക്ക് കാണാം, 91 ഉണ്ട്. ബാലൻസ് ഇവിടെ കാണാം. സോ ഈ രീതിയിൽ ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഏറ്റവും കൂടുതൽ പ്രോഗ്രഷൻ റീസെറ്റ് ചെയ്ത് നോക്കിയത് നമ്മുടെ ഈ ഒരു കാർഡിന് തന്നെയാണ്. അപ്പം എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി അല്ലെങ്കിൽ വർക്കൗട്ടായിട്ട് തോന്നിയത് ഈ ഒരു പ്രൊഫഷനിലാണ്. നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, നിങ്ങൾ കളിപ്പിച്ച് നോക്കുക. പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ഇനി നോക്കുവാണെങ്കിൽ നമുക്ക് സ്നൈഡറിന്റെ പ്രൊഫഷൻ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. സ്നൈഡറിന്റെ പ്രൊഫഷൻ ഈ രീതിയിലാണ്. സോ നിങ്ങൾ ഈ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഒരു പ്ലെയർ നോക്കുവാണെങ്കിൽ നമ്മുടെ സിൽവയാണ്. സിൽവയ്ക്ക് ഞാൻ കുറച്ചുകൂടി ഡിഫൻസീവ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഡിഫൻസീവ് എബിലിറ്റി കാണാം, 15ലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ഒരു സ്റ്റാറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വരിക. അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിൽ ഡിഫൻസീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ 100 ആണ് ഓവറോളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ രീതിയിൽ നിങ്ങൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 മാത്രമേ ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഓവറോൾ റേറ്റിംഗ് നോക്കേണ്ട ആവശ്യമില്ല. പ്ലെയർ എങ്ങനെ ഗെയിമിൽ പെർഫോമൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഈ ഒരു റേറ്റിങ്ങിലും കാര്യങ്ങളൊന്നും ഒരു കാര്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് ഡിഫൻസീവ് ആയിട്ടാണ് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ബിൽഡപ്പ് CV കളിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ പറയുന്ന സിൽവ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് പ്രൊഫഷനും കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ഗുള്ളിറ്റിൻ്റെയും കൂടി ഒരു പ്രോഗ്രഷൻ നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. സോ ഈ രീതിയിലാണ് ഗുള്ളിറ്റിന് ഞാൻ പ്രോഗ്രഷൻ റീസെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഫിനിഷിംഗ് ക്വാളിറ്റിയും ഡ്രിബ്ലിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പാസിംഗ് എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കിട്ടും. നിങ്ങൾ കൊടുത്തു നോക്കുക. ഞാൻ മെയിൻലി AMFും അതുപോലെ തന്നെ SSും ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു യൂസ് തന്നെയാണ് ഈ ഒരു പ്ലെയറെ കൊണ്ട് നിങ്ങളുടെ ഗെയിമിൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കളിപ്പിച്ച് നോക്കുക. അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്ത് തന്നെയായാലും നമുക്ക് കമന്റ് ചെയ്യുക. സോ ഗൈസ്, ഇത്രയും പ്ലേയേഴ്സിന്റെ പ്രൊഫഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ഇതിൽ കൂടുതൽ ഏതെങ്കിലും പ്ലേയേഴ്സിന്റെ പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ഉള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇതുപോലുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മൾ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ആ ഒരു പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലേയേഴ്സിന്റെ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് ഒരു പ്ലെയർ കളിക്കേണ്ടത്, എങ്ങനെയാണ് ഏത് എബിലിറ്റിയാണ് കൂടുതൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് തന്നെ പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ പ്ലേയേഴ്സിൻ്റെ പ്രൊഫഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ ID നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ലിങ്ക് ഉണ്ട്. സോ അതുവഴി നിങ്ങൾ ഇൻസ്റ്റയിൽ കയറി കഴിഞ്ഞാൽ അതിൽ പേഴ്സണലും അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റായിട്ടും സ്റ്റോറി ആയിട്ടും ഒക്കെ നമുക്ക് പ്രൊഫഷനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ ഒരിക്കൽ കൂടി ഞാൻ ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊരു കാരണവശാലും മറ്റുള്ളവരുടെ പ്രൊഫഷൻ നോക്കിയിട്ട് അതേപടി കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ പ്ലേയേഴ്സിന് കൊടുത്തിട്ട് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് വിലയിരുത്താൻ പാടില്ല. കാരണം ആ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞേക്കുന്ന ഇത്രയും പ്ലേയേഴ്സിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എനിക്ക് വർക്കൗട്ട് ആവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എനിക്ക് കുറച്ചുകൂടി ഡ്രിബ്ലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലേയേഴ്സിന് ആ രീതിയിലായിരിക്കാം. അതുപോലെ തന്നെ സിൽവയുടെ കേസ് ഞാൻ പറഞ്ഞു, എനിക്ക് ഡിഫൻസീവായിട്ട് മാത്രമേ സിൽവേനെ ആവശ്യമുള്ളൂ. പാസിങ് കാര്യങ്ങളൊക്കെ ഒരു മിഡ് കളിക്കുന്ന ഒരു പ്ലെയറെ പോലെ എനിക്ക് കളിക്കണമെന്നില്ല. അതുകൊണ്ടാണ് സിൽവയ്ക്ക് ഞാൻ ആ രീതിയിൽ കൊടുത്തേക്കുന്നത്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബിൽഡപ്പ് ആയിട്ടല്ല, നല്ല രീതിയിലൊരു പാസിംഗ് എബിലിറ്റി നമ്മുടെ റോഡിലൊക്കെ മിഡിൽ കളിക്കുന്ന അല്ലെങ്കിൽ എങ്കർമാനായിട്ട് DMFൽ കളിക്കുന്ന രീതിയിലുള്ളൊരു ഗെയിമും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു സിൽവയുടെ കയ്യിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ പ്രൊഫഷൻ റീസെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഈ ഒരു പ്രൊഫഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിപ്പിച്ച് നോക്കിയിട്ട് അത്യാവശ്യം മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുത്തണം എന്നുള്ളതാണ്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ വൈൻഡപ്പ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.